സംഭവിച്ചിട്ടുണ്ടോ? ഇപ്പോഴും ഡീലിന്റെ കാര്യം മനയിൽ പറയുന്നത് മാത്രമല്ല, BJP ക്യാമ്പ് വലിയ ഒരു ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ആഘോഷങ്ങൾ തുടങ്ങിയ പോലെയാണ് BJP ക്യാമ്പിൽ. എന്താണ് ഇത്തരം ഒരു ആത്മവിശ്വാസത്തിന് കാരണമെന്ന് അറിയില്ല. എന്തായാലും LDF-ന്റെ സരിനാണ് ഇത്രമാത്രം ഒരു വലിയ അവകാശവാദം ഉന്നയിക്കുന്നത്. നേതാക്കൾക്ക് അത്രമാത്രം ആത്മവിശ്വാസം ഉണ്ടോ LDF-നെ കുറിച്ച്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്കും അതുപോലെ തന്നെ നേതാക്കൾക്കും യാതൊരു ആത്മവിശ്വാസത്തിന് കുറവില്ല. നിങ്ങൾ 20-ാം തീയതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ ജില്ലാ സെക്രട്ടറിയുടെ പ്രസ്താവനകൾ കണ്ടിട്ടുണ്ടാവും. ഇന്നലെ അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു കണ്ടിട്ടുണ്ടാവും. ഞങ്ങൾ 100% വിജയം ഉറപ്പിച്ചു നിൽക്കുന്നവരാണ്. അതിന് ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച മാധ്യമപ്രവർത്തകൻ പറഞ്ഞത് മാത്രമല്ല, അവിടെ പ്രശ്നം വെച്ചാല് ഞങ്ങൾക്ക് മാധ്യമപ്രവർത്തകരായ നിങ്ങൾക്ക് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവും, കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് കുറഞ്ഞ സ്ഥലങ്ങൾ എവിടേക്കാണ്. അത് മുനിസിപ്പാലിറ്റിയിലാണ്, പിരായിരിയിലാണ്. എന്നാൽ മാത്തൂരും കണ്ണാടിയിൽ കുറഞ്ഞിട്ടില്ല, കൂടിയിട്ടുണ്ട്, മോശമില്ലാണ്ട് കൂടിയിട്ടുണ്ട്. ആ കൂടിയത് എങ്ങനെയാണ് കൂടിയത്? കഴിഞ്ഞ 2-3 തവണയായി 3-ാം സ്ഥാനത്ത് വരുമ്പോൾ ഇടതുപക്ഷ വോട്ടർമാര് എന്തിനാണ് ഇനിയിപ്പോ അങ്ങനെ വോട്ട് ചെയ്യാൻ പോയിട്ട് എന്തിനാണ് അങ്ങനെ വോട്ട് ചെയ്യാൻ പോകുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് മടിച്ചു നിൽക്കുന്ന ഇടതുപക്ഷ വോട്ടർമാർ മുഴുവൻ വോട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വിശ്വാസം വളരെ കൃത്യമാണ്. എന്നിട്ട് ഇത്തവണ ഞങ്ങൾ ജയിക്കും എന്നുള്ള കാര്യം ആദ്യം പോലെ തന്നെ അതുകൊണ്ട് മാധ്യമപ്രവർത്തകരാണെങ്കിലും മറ്റു LDF ആണെങ്കിലും BJP ആണെങ്കിൽ ഞങ്ങൾ എഴുതിത്തള്ളുകയല്ലേ. പിന്നീട് ഞങ്ങൾ ഒരു നിർണായകമായി തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയം മുതൽ തുടങ്ങി അവസാനം ഇപ്പൊ പോലും ഞങ്ങളും പ്രധാന ത്രികോണ മത്സരം ഇഞ്ചോടിഞ്ച് മത്സരമാണെന്ന് മാധ്യമപ്രവർത്തകരും അല്ലാത്ത പൊതുസമൂഹം പറയുന്ന ഘട്ടത്തിലേക്ക് എത്തിയല്ലോ ഞങ്ങൾ. ആ എത്തിയതിന്റെ കാരണം തന്നെ ഇവിടെ ഇത്തവണ ജയം ഞങ്ങൾക്ക് ഉറപ്പായതുകൊണ്ടാണ്. യാതൊരു സംശയം കൊണ്ടുകൊണ്ട അവിടെ ജനങ്ങൾ ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. അതുകൊണ്ടാണ് പിരായി കഴിഞ്ഞ ഷാബി പറഞ്ഞു, പിരായി വോട്ട് നന്നായി കുറഞ്ഞു. മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾക്ക് ശേഷി കുറവാണ്, താരതമ്യേന തീരെ ഇല്ലാന്നല്ല, BJP-യും കോൺഗ്രസിനെയും അപേക്ഷിച്ച് ഞങ്ങൾക്ക് കുറവാണ്. പക്ഷെ ആ മുനിസിപ്പാലിറ്റിയിൽ വോട്ട് കുറഞ്ഞു. എന്നാൽ ഞങ്ങൾക്ക് സ്വാധീന മേഖല ഏതാണ്? കണ്ണാടിയും മാത്തൂർ പഞ്ചായത്തും നന്നായി കയറി. എന്നാൽ മുനിസിപ്പാലിറ്റിയിലും പിരായിലും ഞങ്ങളുടെ വോട്ട് ഞങ്ങൾക്ക് കിട്ടുകയും ആ അപ്പുറത്തുള്ള വോട്ടുകൾ പിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള രാഷ്ട്രീയ സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട്, ഈ രാജ്യത്തുണ്ട്. BJP-ക്കും UDF-നും വോട്ട് ചെയ്യേണ്ടതാണ് ഒരു വിഭാഗം തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം BJP-യെ ഈ തെരഞ്ഞെടുപ്പിലേക്ക് മുഖ്യമായിട്ട് കൊണ്ടുവന്നത് UDF-ന്റെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ്. നേരത്തെ പലവട്ടം ചാനലുകൾ നമ്മൾ ചർച്ച ചെയ്താണ്. വടകരയിലേക്ക് ഒരു കാരണവശാലും ഷാഫിക്ക് പോകേണ്ട ഒരു സാഹചര്യമേ ഇല്ല. എന്നിട്ടും ഷാഫിയെ കൊണ്ട് എത്തിച്ചിട്ട് ഇവിടെ പ്രശ്നത്തിൽ ഉണ്ടാക്കിയത് UDF-ന്റെ കുഴപ്പമാണ്. അതുകൊണ്ട് UDF വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. മറ്റൊന്ന് BJP-ക്ക് എന്തിനാ വോട്ട് ചെയ്യാൻ ആളുകൾ, എങ്ങനെ BJP-ക്ക് ആളുകൾ വോട്ട് ചെയ്യാം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ കേരളത്തിൽ എത്ര കോടികൾ കാണിക്കുന്നു BJP-ക്ക് ആളുകൾ വോട്ട് ചെയ്യോ? BJP വോട്ട് ചെയ്യില്ല. അത് കൃഷ്ണകുമാർ അദ്ദേഹത്തിന്റെ വാദത്തിയാണ്. അദ്ദേഹം നാളെ രാവിലെ 11 മണി 10 മണി വായിച്ചുകൊണ്ടിരിക്കുന്നതേ. പക്ഷെ BJP-ക്ക് കഴിഞ്ഞ എഴുതി വെച്ചോളൂ, കഴിഞ്ഞ തവണ ഈ ശ്രീധരന് കിട്ടിയ വോട്ടിന്റെ 7 അയലെത്താൻ കൃഷ്ണകുമാറിന് കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് വന്നെങ്കിൽ വോട്ട് ബാലൻസ് ചെയ്യാൻ കഴിയില്ല. സ്ഥാനാർത്ഥികളാണെങ്കിലും ഈ കോൺഗ്രസിന്റെ പാലക്കാട് മണ്ഡലത്തെ കുറിച്ച് അറിയുന്ന ആളുകൾക്ക് മനസ്സിലാവും, ഒരു നിലയിലും രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസിന്റെ വോട്ട് പിടിക്കാൻ കഴിയില്ല. എന്താ ചെയ്യാ? നിഷ്പക്ഷമായിട്ടുള്ള വോട്ടും ഇടതുപക്ഷത്തിന്റെ നേരെ പറഞ്ഞില്ല, സൈന്യം പറഞ്ഞിട്ട് പോയി. 2019 ഇടതുപക്ഷത്തിന്റെ ബേസ് വോട്ടുണ്ട്, അത് 44,000 ആ 44,000 വോട്ടിൽ പ്ലസ് ഈ പറഞ്ഞ സ്ഥാനാർത്ഥി എന്ന നിലയിൽ വരുന്ന പ്രത്യേകത അതല്ലാതെ ശരി. ശ്രീ TM ശശി, നിങ്ങളുടെ ആത്മവിശ്വാസം അങ്ങനെയാണ്. പക്ഷേ ബേസ് വോട്ട് എന്നൊക്കെ പറയുമ്പോൾ അവസാനം വന്നു നിൽക്കുന്നത് 34,000 എന്നുള്ള ബേസ് വോട്ടിന്റെ കണക്കിലാണ്. കാരണം PB അംഗം മത്സരിച്ച സമയത്ത് പോലും അങ്ങനെയാണ് വന്നിട്ടുള്ളത്. ശ്രീ ഉല്ലാസ്